നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വൈകുന്നേരം ആസ്വദിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വാർത്തകളും അതിൻ്റെ വിശകലനങ്ങളുമാണ് ഇനി സൈറ്റിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിൽ വലിയ ആശ്വാസത്തിന്റെ ദിവസമാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം അവസാനിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമാണ് ധാരണാപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചത്. 60 ദിവസത്തിനുള്ളിലാണ് അന്തിമ കരാർ രൂപപ്പെടുക. ഇറാൻ വിജയക്കൊടി പാറിച്ചു എന്ന് ഇറാന്റെ അവകാശവാദം ഇതിനോട് പിന്നാലെ വരുന്നുണ്ട്. മുഹമ്മദ് ബാഗർ ഖാലിബാഫ് തന്നെ ഈ അവകാശവാദം ഇറാന് വേണ്ടി ഉന്നയിക്കുന്നുണ്ട്. കരാർ ലംഘിച്ചാൽ അതേസമയം ഇറാനെ തീർത്തു കളയുമെന്ന ട്രംപിന്റെ ഭീഷണിയും അവിടെയുണ്ട്. കരാർ ഒപ്പിട്ടു എന്ന് പറയുമ്പോഴും ധാരണയുടെ ഓരോ ഘട്ടവും ഓരോ നീക്കങ്ങളും ഇനിയും നിർണായകമാകും എന്നതാണ് ഈ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ അഭിപ്രായ പ്രകടനങ്ങളും അവകാശവാദങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കരാർ എന്തൊക്കെയാണ് ഇതിലെ ധാരണകൾ, ആർക്കാണ് ഇതിൽ നേട്ടം, ഇതൊക്കെയാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് നോക്കാം. 14 കാര്യങ്ങളാണ് ഈ കരാറിൽ പറഞ്ഞിട്ടുള്ളത്. 16 വ്യവസ്ഥകളാണ് ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ലെബനൻ അടക്കം എല്ലാ വിഭാഗങ്ങളും സൈനിക നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കും എന്നത് പറയുന്നുണ്ട്. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്തണം എന്നതാണ് നിർദ്ദേശിക്കുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കില്ല. ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം IAEAയുടെ മേൽനോട്ടത്തിൽ മാറ്റും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഇറാന്റെ പുനരുദ്ധാരണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി $30,000 കോടി ഫണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. ഇറാനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക നീക്കും എന്നത് ഈ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കും. 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ നൽകേണ്ടതില്ല. ഈ 60 ദിവസത്തിനുള്ളിലാണ് മറ്റ് പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത്. ആ ഘട്ടത്തിൽ ടോൾ നൽകേണ്ടതില്ല എന്നതാണ് വ്യവസ്ഥ. ഇറാനിൽ ഏർപ്പെടുത്തിയ നാവിക വിലക്ക് അമേരിക്ക 30 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കും എന്നും പറയുന്നു. അതുവരെ യുദ്ധത്തിന് മുൻപ് ഇറാനിലേക്കുണ്ടായിരുന്ന ഗതാഗതത്തിന് ആനുപാതികമായ കപ്പലുകൾക്ക് അനുമതി നൽകാനും ധാരണയുണ്ട്. പക്ഷേ പിന്നീട് ഒമാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് ഹോർമിസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിശാലമായ കരാറിൽ ഇറാൻ എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ധാരണാപത്രം ഇന്നലെ G7 ഉച്ചകോടിക്കിടെ ആണ് ട്രംപ് ഒപ്പുവെക്കുന്നത്. ഇതിനോടുള്ള ഇറാന്റെ ആദ്യ പ്രതികരണം കരാറിന്റെ അന്തിമ രൂപത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഒപ്പുവെച്ചതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ആണ് വ്യക്തമാക്കുന്നത്, സ്ഥിരീകരിക്കുന്നത്. എന്നിട്ട് ഇനി കരാർ എത്രത്തോളം കൃത്യമായി നടപ്പിലാക്കുമെന്ന് പരിശോധിക്കേണ്ട സമയമാണ് എന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് കരാർ എന്ന് പറയുന്നത് ആ ഒപ്പിട്ട പേപ്പറല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ ആണ് എന്നതാണ്, അതാണ് പ്രധാനം എന്നതാണ് ആ പ്രതികരണത്തിലൂടെ ഇറാൻ വ്യക്തമാക്കിയത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിന്റെ പ്രതികരണം കുറച്ചുകൂടി കടുപ്പിച്ചുള്ളതായിരുന്നു. ഈ കരാർ അമേരിക്കയുടെ പരാജയത്തിന്റെ രേഖയെന്നാണ് ഖാലിബാഫ് പറഞ്ഞത്. യുദ്ധത്തിൽ ഇറാൻ വിജയക്കൊടി പാറിച്ചു എന്നും ഖാലിബാഫ് അവകാശപ്പെട്ടു. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഈ കരാറിലേക്ക് അമേരിക്ക എത്തിയത് ഇറാന്റെ വിജയം ആണ് എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കരാർ ഒപ്പിട്ട ദൃശ്യങ്ങളാണ്. ഇമ്മാനുവൽ മാക്രോണിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചത്. Good job. Great job. Bravo. അപ്പോൾ അങ്ങനെ ഈ കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ട്രംപ് ഈ കരാർ ഒപ്പിടും മുൻപ് തന്നെ ഇറാൻ
കരാർ ലംഘിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്നത് സൂചിപ്പിച്ചിരുന്നു. പ്രത്യാഘാതം വലുതായിരിക്കുമെന്നതാണ് ട്രംപ് കരാർ ഉൾപ്പെടും മുൻപ് തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഓൾ ഹെൽ വിൽ റെയിൻ ഡൗൺ എന്നാണ് ട്രംപ് പ്രയോഗിച്ചത്. അതായത് നരകം തന്നെ ഇറാനിൽ പെയ്തിറങ്ങും ഈ കരാർ ലംഘനം ഉണ്ടായാൽ എന്ന സൂചന ട്രംപ് നൽകിയിരുന്നു. കരാർ ഒപ്പിട്ടതിന് ശേഷം പ്രതികരിക്കുമ്പോൾ ഇറാൻ കരാർ ലംഘിക്കുമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അവർ കരാറിനെ മാനിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് പറയുന്നു. ഇറാനികളെ ബുദ്ധിശാലികളായ ആളുകളാണ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. വാക്ക് പാലിച്ചില്ല എങ്കിൽ കനത്ത ആക്രമണം നേരിടേണ്ടി വരും എന്ന് ട്രംപ് ആവർത്തിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഇറാനെ ഇതിൽ വാക്കു പാലിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അതേസമയം പാലിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയുമാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ട്രംപ് ചെയ്തത്. ഒരു കരാർ വന്നു കഴിയുമ്പോൾ പ്രധാനമായും അതിലെ 14 വ്യവസ്ഥകൾ ആർക്കാണ് നേട്ടമുണ്ടായിട്ടുള്ളത് ഈ കരാർ കൊണ്ട് എന്നതൊരു ചോദ്യമാണ്. അപ്പോൾ ആർക്കാണ് നേട്ടമുണ്ടായിട്ടുള്ളത്, ആരുടെ താല്പര്യങ്ങളാണ് പ്രധാനമായും പരിഗണിക്കപ്പെട്ടത് എന്ന് നോക്കുമ്പോൾ ആണവായുധവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യില്ല എന്ന് ഇതിൽ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം IAEA-യുടെ മേൽനോട്ടത്തിൽ നശിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുന്നു. ഒപ്പം അന്തിമ ധാരണ വരെ നിലവിലെ അവസ്ഥ തുടരും എന്നതും 14 വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അന്തിമ കരാർ ഉണ്ടാക്കുന്നതുവരെ ഇറാന്റെ ആണവ പദ്ധതികളിൽ നിലവിലെ സ്ഥിതി തുടരും എന്നതാണ് ധാരണ. ഈ കാലയളവിൽ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ മേഖലയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയോ ഇല്ല. അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സാഹചര്യം അതുപോലെ നിലനിർത്തിയാണ് ആണവ വിഷയത്തിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ആഗോള ആണവ നിർവ്യാപന കരാറിന്റെ ഭാഗമായി 1974 തന്നെ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി അടിസ്ഥാന സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. 2025 ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ സൈനികാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ പാർലമെന്റ് IAEA-യുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നുവെങ്കിലും ആണവായുധം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇറാൻ എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ ധാരണാപത്രത്തിലും പറയുന്നത്. അത്രമാത്രമാണ് ആ വിഷയത്തിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഉറപ്പ്. മറ്റൊന്ന് ഹോർമുസുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധത്തിന് മുൻപ് തുറന്നു കിടന്നിരുന്ന വഴിയാണ് ഹോർമുസ്. അപ്പോൾ ആ ഹോർമുസിൽ എന്താണ് ധാരണയെന്ന് നോക്കിയാൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ഹോർമുസിൽ ഇറാൻ പിടിമുറുക്കിയതും ടോൾ ഏർപ്പെടുത്തിയതും ഒക്കെ. അമേരിക്ക ഇതിനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുകയും സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇറാൻ അയഞ്ഞില്ല. ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതോടെ US തങ്ങളുടെ നാവിക ഉപരോധം നീക്കം ചെയ്യാൻ ആരംഭിക്കും. 30 ദിവസത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കും എന്നതാണ് ഈ കരാറിൽ പറയുന്നത്. അന്തിമ കരാർ ഒപ്പിട്ട് 30 ദിവസത്തിനകം ഇറാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കും. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കൽ കരാറിലെ നിർണായക നിർദ്ദേശമാണ്. പേർഷ്യൻ ഗൾഫ് മുതൽ ഒമാൻ വരെയുള്ള ഭാഗങ്ങളിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതവും സൗജന്യവുമായ സഞ്ചാരത്തിന് ഇറാൻ ആദ്യ 60 ദിവസത്തേക്ക് സൗകര്യമൊരുക്കും. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഈ 60 ചർച്ചകൾ നടക്കുന്ന 60 ദിവസത്തേക്കാണ് ഇറാൻ പൂർണ്ണമായും ഹോർമുസ് തുറന്നു കൊടുക്കുക. സാങ്കേതിക സൈനിക തടസ്സങ്ങളും മൈനുകളും 30 ദിവസത്തിനകം ഇറാൻ നീക്കം ചെയ്യും. ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി ഭരണത്തെക്കുറിച്ച് ഒമാൻ ഉൾപ്പെടെയുള്ളവരുമായി ഇറാൻ ചർച്ച നടത്തും. അതായത് തുറന്നു കിടന്ന ഹോർമുസിൽ ടോൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നതാണ്. ഒമാനുമായി ചർച്ച ചെയ്തായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. 60 ദിവസത്തെ സമയം ഇറാന് ഇതിന് കിട്ടും. അതായത് ഹോർമുസിലെ പിടി ഇറാൻ വിടുന്നില്ല. ഇറാന്റെ മേധാവിത്വം ഉറപ്പിച്ചുകൊണ്ടാണ് അവിടെ തീരുമാനം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. മറ്റൊന്ന്, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു പുനർനിർമ്മാണം. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു തങ്ങളെ ആക്രമിച്ച് നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച അമേരിക്കയും ഇസ്രയേലും നഷ്ടപരിഹാരം നൽകണം എന്നതായിരുന്നു ആ ആവശ്യം. ഇറാന്റെ സാമ്പത്തിക പുനർനിർമ്മാണത്തിനായി സഖ്യകക്ഷികളുമായി ചേർന്ന് കുറഞ്ഞത് $300 ബില്യൺ പദ്ധതി അമേരിക്ക തയ്യാറാക്കും എന്നതാണ് ഈ ധാരണാപത്രത്തിൽ പറയുന്നത്. അതായത് $30,000 പദ്ധതി. ഇതിനാവശ്യമായ എല്ലാ സാമ്പത്തിക അനുമതികളും അമേരിക്ക നൽകും. മാത്രവുമല്ല, ഇക്കാലം അത്രയും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ പ്രമേയങ്ങൾ, IAEA തീരുമാനങ്ങൾ,
US-ന്റെ പ്രൈമറി സെക്കൻഡറി ഉപരോധങ്ങൾ അന്തിമ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇവയൊക്കെ പൂർണ്ണമായും റദ്ദാക്കും. ഈ യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അമേരിക്ക 11,330 കോടി ഡോളറാണ് ചെലവാക്കിയത്. 100 ദിവസം പിന്നിടുമ്പോൾ ആ ചിലവ് പല മടങ്ങായി ഉയർന്നിട്ടുണ്ട്. 63,000 കോടി ഡോളർ മുതൽ 1,00,000 കോടി ഡോളർ വരെ അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടി ഇതിനോടകം ചെലവഴിച്ചു എന്നതാണ് അമേരിക്കയിലെ തന്നെ ഡെമോക്രാറ്റിക് നേതാക്കൾ ആരോപിക്കുന്നത്. ഇത്രയും പണം മുടക്കി ആക്രമണങ്ങൾ നടത്തിയ അമേരിക്ക സഖ്യകക്ഷികളുമായി ചേർന്ന് ഈ ഇറാന്റെ പുനർനിർമ്മാണത്തിന് പണം ചെലവഴിക്കണം. അതായത് അമേരിക്ക തകർത്ത ഇറാനെ പുനർനിർമ്മിക്കാൻ അമേരിക്ക തന്നെ വീണ്ടും പണം ചെലവഴിക്കേണ്ടുന്ന ധാരണാപത്രമാണ് ഉടലെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന് അവകാശപ്പെടാനും ചിലത് ഈ കരാറിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ 109 ദിവസമായി പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ വിജയമായി അവകാശപ്പെടാം. ഈ കരാറിലേക്ക് കാര്യങ്ങളെ എത്തിച്ച ട്രംപിന് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് ഉള്ളത്. പ്രത്യേകിച്ച് ഇസ്രയേൽ ഇപ്പോഴും ഈ കരാറിന്റെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നില്ല. ഇസ്രയേൽ അവരുടെ നിലപാടുകൾ തുടരുകയാണ്. ഇസ്രയേൽ അമേരിക്കയുമായി അകൽച്ചയിലാണ് എന്ന് തന്നെ പറയാം. ആ ഘട്ടത്തിലും ഈ സമാധാനത്തിന്റെ ടേബിളിലേക്ക് ഇറാനെ എത്തിച്ചു, കരാർ ഒപ്പിടുന്നു എന്നൊരു അവകാശവാദം വേണമെങ്കിൽ ട്രംപിന് ഉണ്ടാക്കാം. ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞു എന്നതും ഒരു നേട്ടമായി എടുത്തു കാണിക്കാം. UN-ന്റെ മേൽനോട്ടത്തിൽ ഇറാന്റെ യുറേനിയം ശേഖരം നശിപ്പിക്കാൻ ചർച്ചകൾ നടത്താൻ ഇറാനെ സമ്മതിപ്പിച്ചത് അമേരിക്കയുടെ വലിയ നയതന്ത്ര വിജയമായി വേണമെങ്കിൽ വിലയിരുത്താം. വിപണിയിൽ എണ്ണവില കുറയുന്നത് അമേരിക്കയിലെ ആഭ്യന്തര പെരുപ്പം തടയാൻ സഹായിക്കും. അങ്ങനെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് സമാധാനത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുകയും സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നത് നേട്ടമായി ട്രംപിനും അമേരിക്കയ്ക്കും ചൂണ്ടിക്കാട്ടാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യുദ്ധം ചെറുതായാലും വലുതായാലും നഷ്ടങ്ങൾ മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ. യുദ്ധം ജയിക്കുക എന്നത് അസാധ്യവുമാണ്. ഇരുപക്ഷങ്ങളും വിട്ടുവീഴ്ച ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ആകില്ല. ഇവിടെ ജയപരാജയങ്ങൾക്കപ്പുറം ലോകത്തിനെ ആകെ സാമ്പത്തിക പിരിമുറുക്കത്തിലാക്കിയ, ഊർജ്ജ പ്രതിസന്ധിയിലാക്കിയ, നിരവധി ജീവനുകൾ കവർന്ന യുദ്ധം ഏതു വിധേനയും അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അവിടെ വിട്ടുവീഴ്ചകൾക്ക് ഇരു രാഷ്ട്രങ്ങളും തയ്യാറായത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. വ്യവസ്ഥകൾ പാലിച്ച് ശാശ്വത സമാധാനം ഉറപ്പിക്കുന്ന തരത്തിൽ സമാധാന ചർച്ചകൾ പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാകട്ടെ. ഇറാൻ US യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പിട്ടതിന് പിന്നാലെ ആഗോള എണ്ണവില കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം $120 വരെ ഒരു വീപ്പ ക്രൂഡിന് വില ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എണ്ണവില $80 താഴെ എത്തിയിരിക്കുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുറയുമ്പോൾ കൂട്ടിയ എണ്ണവില രാജ്യത്ത് കുറയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ എത്രമാത്രം എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. 2 ആഴ്ചക്കിടെ 4 തവണയാണ് എണ്ണവില നമ്മുടെ രാജ്യത്ത് വർദ്ധിപ്പിച്ചത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂടി. മെയ് 19-ന് പെട്രോളിന് ലിറ്ററിന് 1 രൂപ 5 പൈസയും ഡീസലിന് 1 രൂപ 10 പൈസയും വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിപ്പിച്ചു. മെയ് 25-ന് പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂട്ടി. ആകെ പെട്രോളിന് 7 രൂപ 53 പൈസയും ഡീസലിന് 7 രൂപ 72 പൈസയുമാണ് ഈ കാലയളവിൽ കൂട്ടിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ വൻ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരിയിൽ വാണിജ്യ സിലിണ്ടറിന് 49 രൂപ കൂട്ടി. മാർച്ച് 1-ന് 31 രൂപയും മാർച്ച് 7-ന് 115 രൂപയുമാണ് കൂട്ടിയത്. ഏപ്രിൽ 1-ന് വാണിജ്യ സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. മെയ് 1-ന് 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയുടെ വർധന വന്നിരുന്നു. ജൂൺ 1-ന് വീണ്ടും 42 രൂപയോളം വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 3131 രൂപയായി. അപ്പോൾ ഏറ്റവും വലിയ വർധന ഉണ്ടായത് വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിലാണ്. അത് നമുക്കറിയാം, ഈ ഹോട്ടൽ വ്യവസായത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരുന്നു.
നമ്മൾ 10 രൂപയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരുന്നവർ 20 രൂപ ഒരു ചായയ്ക്ക് നൽകേണ്ടുന്ന സാഹചര്യം ഈ യുദ്ധ കാലയളവ് തന്നെ ഉണ്ടാക്കിയിരുന്നു. വലിയ രീതിയിലുള്ള ക്രൈസിസിലേക്ക് ഹോട്ടൽ വ്യവസായം നീങ്ങുന്നത് നമ്മൾ കണ്ടു. വലിയ തൊഴിൽ നഷ്ടം ആ മേഖലയിലുണ്ടായി. പല സ്റ്റാർട്ടപ്പുകളായി ഒക്കെ തുടങ്ങിയ സംരംഭങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു. ഹോട്ടൽ വ്യവസായം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വിലവർധന മൂലമാണ്. മാത്രവുമല്ല, വില വർദ്ധിപ്പിച്ചപ്പോൾ തന്നെയും അതിൻ്റെ ലഭ്യതക്കുറവും വലിയ രീതിയിൽ ബാധിച്ചു. ഹോട്ടൽ എന്ന് നമ്മൾ പറയുമ്പോൾ ചെറിയ ചായക്കടക്കാർ, തെരുവുകളിൽ മറ്റുമൊക്കെ പെട്ടിക്കട നടത്തുന്നവർ, അങ്ങനെയുള്ളവർക്ക് പോലും വലിയ നഷ്ടം. ചായ മാത്രമൊക്കെ നൽകുന്ന പെട്ടിക്കടകൾ ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വലിയ നഷ്ടമുണ്ടായി. ചായയും കടിയും മാത്രം ഒക്കെ നൽകുന്ന കടക്കാർ പോലും അതൊക്കെ പൂട്ടിപ്പോകേണ്ടുന്ന ഒരു വലിയ സാഹചര്യം നേരിട്ടു. അതാണ് വലിയ തരത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഫലമായി നമുക്ക് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം. അതിനൊക്കെയും വഴിവെച്ചത് ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലവർധനവായിരുന്നു. ഇനി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില നോക്കിയാൽ 3 മാസത്തിനിടെ 2 തവണ വില കൂട്ടി. മാർച്ചിൽ 14.2 കിലോയുള്ള സിലിണ്ടറിന് 60 രൂപ കൂട്ടിയിരുന്നു. ജൂൺ 7 സിലിണ്ടറിന് 29 രൂപ കൂടെ കൂട്ടി. അങ്ങനെ ഒരു സിലിണ്ടറിൻ്റെ വില എന്ന് പറയുന്നത് 951 രൂപയായി. അപ്പോൾ നമ്മുടെ വീടുകളെ, അടുക്കള വരെ ഈ യുദ്ധം ആ നിലയിൽ ബാധിച്ചു. ഇതൊക്കെയാണ് ജനങ്ങളെ നേരിട്ട് ബാധിച്ച യുദ്ധത്തിൻ്റെ ആഘാതങ്ങൾ. ഹോട്ടലുകൾ പൂട്ടി, ജോലി നഷ്ടമുണ്ടായി, കുടുംബ ബജറ്റ് ഉയർന്നു. യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇവയിൽ കൂടിയതിൽ എത്ര കുറയുമെന്ന് ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ക്രൂഡ് വില കുറഞ്ഞപ്പോഴുള്ള സ്വാഭാവിക കുറവ് കിട്ടുമോ എന്നതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ഓരോ ഡോളറിന്റെ കുറവും ആഭ്യന്തര വിപണിയിൽ ഇന്ധന വിലയിൽ 50 മുതൽ 60 പൈസ വരെ കുറവ് വരുത്താൻ പര്യാപ്തമാണ്. എന്നാൽ ഈ ആശ്വാസം ഉടനെ ജനങ്ങളിലേക്ക് എത്തുമോ? എത്തില്ല എന്നതാണ് കരുതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത് എന്ന് നോക്കിയാൽ, ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടി ഏറെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലകൾ കൂട്ടിയത്. അത് ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകാനുള്ളൊരു കാത്തിരിപ്പായി പൊതുവെ നമ്മൾ അതിനെ വിലയിരുത്തിയിരുന്നു. ഈ സമയത്ത് കമ്പനികൾക്കുണ്ടായ സാമ്പത്തിക സമ്മർദ്ദം പരിഹരിക്കപ്പെട്ട ശേഷമേ ഇനി വില കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമേഷ്യയിൽ ശാന്തത കൈവന്നെങ്കിലും ശാശ്വതമാണ് എന്ന് കരുതുക വയ്യ. നമുക്കറിയാം, ഇതിനോടകം തന്നെ പലതവണ സമാധാനത്തിന്റെ പാതകൾ തുറന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. ട്രംപിന്റെ മനോനില അനുസരിച്ച് പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ മാറ്റം വരുന്നത് നമ്മൾ ഈ 4 മാസത്തിനിടെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തീപ്പൊരി മരി വീണ്ടും ഈ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സമാധാനം മാറിമറിയാൻ, ഹോർമുസ് വീണ്ടും അടയ്ക്കാനൊക്കെ ചെറിയ ഒരു മനം മാറ്റം മാത്രം മതി. അപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിൽ ജാഗ്രതയോടുകൂടിയുള്ള തീരുമാനം മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിന് കുറച്ച് കാത്തിരിപ്പ് എന്തായാലും വേണ്ടിവരും എന്നതാണ് അറിയാൻ കഴിയുന്നത്. എണ്ണവിലയിലെ കുതിപ്പ് മൂലം കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഏറെ നാളെടുക്കുമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചിരുന്നതുമാണ്. അതിനുള്ള അവസരമായി ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ എണ്ണവില കുറയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും കണക്കിലെടുക്കുക എണ്ണ കമ്പനികളുടെ നിലപാടാണ്. ക്രൂഡ് വില കുറഞ്ഞതോടെ നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ എണ്ണ കമ്പനികൾ വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. എന്നാലും നഷ്ടം നികത്താൻ കൂടുതൽ സമയം വേണം എന്നതാണ് എണ്ണ കമ്പനികളുടെ ആവശ്യം. മാർച്ച് മുതൽ ജൂൺ വരെ കനത്ത നഷ്ടമാണ് എണ്ണ കമ്പനികൾ നേരിട്ടത്. ഈ നഷ്ടം നികത്താൻ ഇപ്പോഴത്തെ വിലയിടിവ് സഹായിക്കും. അത് കൊണ്ട് തന്നെ ഇതിനനുസരിച്ചുള്ള മാറ്റം ഉടൻ വിപണിയിൽ വേണ്ട എന്നതാണ് എണ്ണക്കമ്പനികൾ സ്വീകരിക്കുന്ന നിലപാട്. യുദ്ധസമയത്ത് നഷ്ടം പരമാവധി നികത്തിയ ശേഷം മാത്രം ഇന്ധനവിലയിൽ പുനരാലോചന നടത്താമെന്നാണ് എണ്ണക്കമ്പനികൾ വാദിക്കുന്നത്. ഇപ്പോഴും LPG വിൽപ്പന കമ്പനികൾക്ക് വലിയ ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. കാര്യങ്ങൾ പഴയപടിയായെങ്കിൽ മാത്രമേ സമ്മർദ്ദത്തിൽ നിന്ന് കരകയറാൻ എണ്ണക്കമ്പനികൾക്ക് സാധിക്കൂ. കഴിഞ്ഞ മാസങ്ങളിലെ നഷ്ടം നികത്താൻ എണ്ണക്കമ്പനികൾ ശ്രമിക്കുമ്പോൾ എണ്ണക്കമ്പനികളുടെ അടിത്തറ തകർക്കുന്ന സമീപനങ്ങൾ സർക്കാർ സ്വീകരിക്കില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ദുർബലമായി തുടരുന്നതും ഇറക്കുമതി ചെലവ് പൂർണ്ണമായും കുറയ്ക്കാൻ തടസ്സമാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും
ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ നടപടി നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങൾ ഉയരും. പ്രതിപക്ഷ കക്ഷികൾ വെറുതെയിരിക്കില്ല. പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ജനരോഷം തണുപ്പിക്കാനും വില കുറയ്ക്കണമെന്ന ശക്തമായ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാകും. ഇതിന് സർക്കാർ എത്രമാത്രം വിലയിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എണ്ണവിലയിലെ മാറ്റം. നമ്മൾ സാധാരണ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടിയ നിരക്കുകളൊക്കെ കുറയാൻ വലിയ പാടാണ്. വളരെ അസാധാരണമായി മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഇനി തെരഞ്ഞെടുപ്പൊന്നും അടുത്ത് വരാനില്ല. അപ്പോൾ അടുത്തിലെ സിനിമയിലെ ഡയലോഗ് ഓർക്കുകയാണെങ്കിൽ കാവിലെ പാട്ടുമത്സരം വരുമ്പോഴെങ്ങാനും കുറഞ്ഞാൽ കുറഞ്ഞു എന്നത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. എന്തായാലും ഉടനെ ഒന്നും ആശ്വാസം പ്രതീക്ഷിക്കേണ്ട എന്നാണ് കരുതുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. അതിനുശേഷം മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് എത്താം. അപ്പോൾ സംസ്ഥാനത്ത് PM ശ്രീ വിവാദം ആളിക്കത്തുകയാണ്. PM ശ്രീയിൽ മുഖ്യമന്ത്രി VD സതീശൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൽ വിവാദം കനക്കുന്നു. പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പിട്ട് പണം വാങ്ങിയതിനാൽ പദ്ധതി തുടരാൻ നിർബന്ധിതമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇത് കളവാണെന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നു. നിലപാട് മാറ്റം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും ന്യായീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അധികാരമേറ്റ് 1 മാസം തികയുമ്പോൾ പറഞ്ഞത് മാറ്റിപ്പറഞ്ഞതിന്റെ നാണക്കേടിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ മുൻ നിലപാടിൽ നിന്നും U-ടേൺ അടിച്ചിരിക്കുകയാണ് UDF സർക്കാർ. അധികാരത്തിൽ ഏറിയാൽ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞവരാണിപ്പോൾ കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാൻ മുൻകൈയെടുത്തിരിക്കുന്നത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പഴി പൂർണ്ണമായും LDF സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് ഒഴിയാനാണ് UDFും മുഖ്യമന്ത്രി VD സതീശനും ശ്രമിക്കുന്നത്. പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായി കാണിച്ച് മുൻ സർക്കാർ കേന്ദ്രത്തിന് ഒരു കത്തും നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PM ശ്രീയെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അത്തരം ഒരു കത്തും നൽകിയിട്ടില്ല എന്നത് VD സതീശൻ വ്യക്തമാക്കിയത്. ആദ്യം നമുക്ക് ഇന്നലെ VD സതീശൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. പിന്മാറാൻ ഒരു കത്തും അയച്ചിട്ടില്ല എന്നതാണ് VD സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ VD സതീശൻ ഇത് അവകാശപ്പെട്ടതിന് പിന്നാലെ 2025 നവംബർ 12 കേന്ദ്രത്തിന് കേരളം അയച്ച കത്ത് പുറത്തു വന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് കേരളം അയച്ച ആ കത്ത്. അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകിയായിരുന്നു കത്തയച്ചത്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് കത്തിൽ പറയുന്നു. ആശങ്ക പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചെന്നും സമിതി റിപ്പോർട്ട് വരുന്നത് വരെ ധാരണാപത്രവുമായി മുന്നോട്ടു പോകാനാകില്ല എന്നതുമാണ് ഈ കത്തിന്റെ ഉള്ളടക്കം. അതിനാൽ PM ശ്രീ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷമേ തുടർ നടപടികൾ ആലോചിക്കൂ എന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കത്താണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അത് ഇല്ല, ഇങ്ങനെ ഒരു കത്തില്ല എന്നതാണ് പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്. അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, കളവാണ്. പണം കൈപ്പറ്റി എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നതും ആ ബൈറ്റിലുണ്ട്. എന്നാൽ പണം കൈപ്പറ്റി എന്ന് പറയുന്നതും തെറ്റാണ്. 2026 മാർച്ച് 27 ചേർന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകളുടെ പകർപ്പ് പുറത്തുവന്നു. കേന്ദ്രത്തിൽ നിന്ന് കേരളം 92 കോടി കൈപ്പറ്റിയത് SSK പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണെന്ന് ഈ മിനിറ്റ്സ് രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലവും പുറത്തുവന്നു. ധാരണാപത്രം ഒപ്പിട്ട ശേഷം PM ശ്രീ നടപ്പാക്കാൻ കേരളം താൽപര്യം കാട്ടിയില്ലെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. PM ശ്രീ നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ പട്ടിക കേരളം നൽകിയിട്ടില്ല എന്നും LDF സർക്കാർ പിന്നോട്ടു പോയെന്നും കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിലുണ്ട്. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട കേസിലെ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്.
പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീ പദ്ധതിയെ നഖശിഖാന്തം എതിർത്തവരാണ് മുഖ്യമന്ത്രി അടക്കമുള്ള UDF നേതാക്കൾ. എന്നാൽ ഭരണത്തിലെത്തിയപ്പോൾ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ മറപിടിച്ച് PM ശ്രീ നടപ്പിലാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു UDF. എല്ലാ പഴിയും മുൻ സർക്കാരിൽ കെട്ടിവെച്ച് SSK ഫണ്ടിന്റെ വസ്തുതകളും മറച്ചുവെച്ചുകൊണ്ടാണ് VD സതീശൻ സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ നീക്കം നടത്തുന്നത്. പദ്ധതി നടപ്പാക്കാൻ UDF സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി VD സതീശന്റെ വാദം. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ മുൻ സർക്കാർ കത്ത് നൽകിയിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പുവെച്ചതിന്റെ പേരിൽ രാഷ്ട്രീയമായി LDFനെ കടന്നാക്രമിച്ച് പദ്ധതിയുടെ സാമ്പത്തിക നേട്ടം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കമാണ് UDF സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപമാണ് LDF ഈ ഘട്ടത്തിൽ ശക്തമാക്കിയിരിക്കുന്നത്. എന്താണ് നിലപാട് മാറ്റത്തിന് പ്രേരിപ്പിച്ച ഘടകമെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നു. SSK പദ്ധതിക്കാണ് സംസ്ഥാനത്തിന് പണം ലഭിച്ചതെന്നും PM ശ്രീക്ക് കേന്ദ്രം പണം നൽകിയിട്ടില്ല എന്ന് പാർലമെന്റിൽ വ്യക്തമാക്കിയതാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ധാരണാപത്രം ഒപ്പിട്ടാൽ പിന്മാറാൻ കഴിയില്ലെന്ന് എവിടെ നിന്നെങ്കിലും നിയമോപദേശം ലഭിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു പിണറായി. പിന്മാറിയ പഞ്ചാബ് മാതൃകയാണെന്നും പിണറായി വിജയൻ പറയുന്നു. ഇത് എന്തിന് ഈ മലക്കം മറിച്ചിൽ എന്നൊരു ചോദ്യമാണ് മുൻ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഉപേക്ഷിക്കാവുന്ന ഒന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം PM ശ്രീ പദ്ധതി. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാനാവില്ല എന്ന് സർക്കാരിന് എവിടുന്നെങ്കിലും നിയമോപദേശം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും അറിയുന്നത് നല്ലതാണല്ലോ. പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യവും മറുപടിയും രഹസ്യമല്ലല്ലോ, പരസ്യമല്ലേ. കേന്ദ്ര സർക്കാർ കേരളത്തിന് PM ശ്രീയുടെ പണം നൽകിയിട്ടില്ല എന്നാണല്ലോ മറുപടി പറഞ്ഞത്. കേരളത്തിന് കിട്ടിയത് SSK ഫണ്ടാണ്. ഇതിന് PM ശ്രീയുമായി ഒരു ബന്ധവുമില്ല. കരാർ ഒപ്പിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയും എന്നതിന്റെ ഉദാഹരണവും നമ്മുടെ രാജ്യത്തുള്ളതാണ്. 2022 ഒക്ടോബറിലാണ് PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം പഞ്ചാബ് സർക്കാർ ഒപ്പുവെക്കുന്നത്. 9 മാസങ്ങൾക്ക് ശേഷം 2023 ജൂലൈയിൽ ഔദ്യോഗികമായി തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന നില സ്വീകരിക്കുകയും ചെയ്തു. പിന്മാറാൻ കഴിയാത്ത ഒന്നാണ് എന്ന വാദം ശരിയല്ല എന്നതാണ്. അപ്പോൾ എവിടെ നിന്നാണ് പിന്മാറാൻ പറ്റില്ല, ഇത് തുടരാൻ നിർബന്ധിതരായി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ എത്തിയപ്പോൾ അത് ഏത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് മുൻ മുഖ്യമന്ത്രി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ 2-3 കളവുകൾ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. അത് ഏത് സാഹചര്യത്തിലാണ് എന്നൊരു ചോദ്യവും. നമുക്കറിയാം PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് വരെ ഞങ്ങൾ നിർത്തിവെച്ച പദ്ധതിയാണ് ഇത് എന്ന് പറയിപ്പിക്കാൻ വഴിവെച്ചത് CPIയുടെ എതിർപ്പായിരുന്നു, അവരുടെ ശക്തമായ നിലപാടായിരുന്നു. കോൺഗ്രസ് ലീഗ് ഗവൺമെന്റ് PM ശ്രീയിൽ മലക്കം മറിഞ്ഞുവെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തുന്നത്. വാക്കാണ് പ്രധാനമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി PM ശ്രീയിൽ വാക്ക് മാറ്റിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒന്നാണ് എന്ന് മനസ്സിലായെന്നും ബിനോയ് വിശ്വം പറയുന്നു. ശക്തമായ വിമർശനമാണ് ഇതിൽ ബിനോയ് വിശ്വം ഉയർത്തുന്നത്. ഒപ്പം സർക്കാരിനെ പരിഹസിച്ച് AK ബാലനും രംഗത്ത് വന്നു. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്നാണ് KM ഷാജി പറഞ്ഞത്. തങ്ങൾ അറബിക്കടലിൽ ഇപ്പോൾ വല വീശി എറിഞ്ഞിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയില്ല എന്ന വലിയ പരിഹാസമാണ് AK ബാലനിൽ നിന്ന് ഉണ്ടായത്. PM ശ്രീ നടപ്പിലാക്കല്ല എന്ന് സർക്കാർ നിർബന്ധമുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ, കാഴ്ചപ്പാടുണ്ടെങ്കിൽ, രാഷ്ട്രീയമുണ്ടെങ്കിൽ ഒരു വഴിയുമുണ്ട്. ആ വഴി ആരായാലും കോൺഗ്രസ് നയിക്കുന്ന ഒരു ഗവൺമെന്റിന് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അവസാനമാണ് കേരളത്തിൽ ഒരു കോൺഗ്രസ് ലെഡ് ഗവൺമെന്റ് ഉണ്ടാകുന്നത്. അറബിക്കടലിൽ ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു അംശം കിട്ടുമോ? ഇതുവരെ ഒന്നും കുടുങ്ങിയിട്ടില്ല. എന്താണോ അവർ പറഞ്ഞ അധികാരത്തിൽ വന്നത് അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർ നിർബന്ധിക്കപ്പെടും. ഇവർക്കാണെങ്കിൽ ഇനി യാതൊരു പ്രശ്നവുമില്ലല്ലോ. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെ തൂക്കിക്കൊണ്ടു. ഞങ്ങൾ ആ MOU ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളത് പറച്ച് ചെയ്യുന്നു, അറബിക്കടലിൽ എറിയുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ തൂക്കാൻ പറ്റുമോ? ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? കാരണം ആ MOUവിൽ ഒരു പെനാൽറ്റി ക്ലോസ് ഇവിടെ ഇല്ല. ആരെങ്കിലും ഇത് വയലേഷൻ നടത്തിയാൽ കേന്ദ്രമായാലും സംസ്ഥാനമായാലും ശിക്ഷിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനുള്ള സഹായം കിട്ടില്ല എന്നല്ലേ പറയുന്നുള്ളൂ. പച്ച നുണ പറയല്ലേ. PM ശ്രീ ചർച്ചയായപ്പോൾ മുതൽ എടുത്തു കാട്ടിയതാണ് KM ഷാജി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം. അതിനെ ചൂണ്ടിയായിരുന്നു AK ബാലൻ വലിയ രീതിയിൽ പരിഹസിച്ചതും.
ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് KM ഷാജി. അറബിക്കടലിൽ എറിയും എന്ന തന്റെ പഴയ പ്രസ്താവന കേവലം ഒരു പ്രയോഗം, രാഷ്ട്രീയ പ്രയോഗം മാത്രമെന്നാണ് ഷാജി പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ പദ്ധതിയെ എതിർക്കുന്നു എന്ന് കാണിക്കാനാണ് അത്തരം വാചകങ്ങൾ പ്രയോഗിച്ചത്. അത് പുസ്തകങ്ങൾ കൊണ്ടുപോയി കടലിലെറിയുക എന്നല്ല അർത്ഥമാക്കുന്നതെന്നാണ് ഇപ്പോൾ KM ഷാജി വിശദീകരിക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത സമീപനങ്ങളിൽ ഞങ്ങൾക്ക് അന്നൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ് ഒരു പ്രൊസീജിയറാണ്. ഒരു മുഖ്യമന്ത്രി അത് VD സതീശനായാലും അത് പിണറായി വിജയനായാലും ഒപ്പിടുന്നത് അവരുടെ വ്യക്തിപരമായ ഒപ്പല്ല, സർക്കാരിൻ്റെ ഒപ്പാണ്. സർക്കാർ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഒരു കാര്യം വരുന്ന ദിവസം തന്നെ അവസാനിപ്പിക്കാനും കരാറുകൾ റദ്ദ് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സമിതിയെ വെച്ചിരിക്കുന്നു. ആ സമിതിയുടെ നിരീക്ഷണം വരട്ടെ, വന്നതിന് ശേഷമാണ് അതിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ട് ആ കാര്യം പറയാൻ കഴിയും. ഇപ്പം നിർത്തിവെക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നത് നിങ്ങൾ പറയുന്ന ഒരു ഭാഷയാണ്. കാരണം അത് സാങ്കേതികമായ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞത്. സുപ്രീം കോടതി ഗവൺമെൻറ്റിനെ തടഞ്ഞു വെച്ച പണം 90 കോടി രൂപ തടഞ്ഞു വെച്ചു. ആ തടഞ്ഞു വെച്ച പണം ഇതിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുകയും ഒപ്പിട്ട ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതമായിട്ടുള്ള ആ പണം ഇവിടെ വരികയും ചെയ്തു. അതതിൻ്റെ വസ്തുതാപരമായ കാര്യം. ഒന്ന് ഐഡിയോളജിക്കലി നമുക്ക് ബാധകമാകുന്ന, പ്രത്യേകിച്ച് PM ശ്രീയെ പോലെ നമ്മളുടെ ക്യാമ്പസുകളിലേക്ക്, നമ്മളുടെ സിലബസുകളിലേക്ക്, നമ്മളുടെ കരിക്കുലത്തിലേക്ക്, നമ്മൾ വിചാരിക്കുന്ന നിരീക്ഷണങ്ങളിലേക്ക് കടന്നു കയറുന്ന ആശയപരമായ പ്രശ്നങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ടാവും, സ്വാഭാവികമാണ്. അതേസമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പണത്തും വേണ്ടെന്ന് പറയുന്ന തരത്തിലേക്കുള്ള സമീപനം ഞങ്ങൾ എടുക്കില്ല. അത് പരമാവധി വാങ്ങിയെടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. പക്ഷേ പോളിസി വൈസ് ആയിട്ട് ചില കാര്യങ്ങൾ, അതാണ് PM ശ്രീ എന്ന് പറയുന്നത്. ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ എറിഞ്ഞില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് സർക്കാരിനെ കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. ഇപ്പോൾ പ്രസംഗത്തിൽ പറയുന്നതൊക്കെ വേറെ, പ്രായോഗികം ആക്കുന്നത് വേറെ എന്നതാണ് KM ഷാജി പറയുന്നത്. ഇതിൽ പറയപ്പെടുന്ന ഒരു കാര്യം, കേന്ദ്രത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഔദാര്യമല്ല, കേരളത്തിന്റെ അവകാശമാണ്, അത് വാങ്ങിയെടുക്കാനാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കാര്യം ജനങ്ങളോട് തുറന്നു പറയുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കളവ് പറയുകയല്ല വേണ്ടത് എന്നതുകൂടിയുണ്ട്. പക്ഷേ അതിനെ ന്യായീകരിക്കുകയാണ് KM ഷാജി ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. ഇവിടെ ലീഗ് പറയുന്നത്, ലീഗിന്റെ മന്ത്രിമാർ പറയുന്ന കാര്യം മുസ്ലിം സംഘടനകൾക്ക് പോലും വ്യക്തമാകുന്നില്ല. ഈ പദ്ധതിയിലൂടെ വിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയമാണ് എന്ന ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. ശക്തമായ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തുണ്ട്. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ വിവിധ സംഘടനകൾ യോഗം ചേർന്ന് സർക്കാരിന്റെ നീക്കത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. ആശയപരമായ കടന്നുകയറ്റത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നതാണ് ഇവരുടെ നിലപാട്. ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുമ്പോൾ തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് ലീഗിന് വലിയ പ്രതിസന്ധിയാണ്. PM ശ്രീ സ്കൂൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്നാൽ ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ടുതന്നെ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് മലയാളികളുടെ ആകെ അഭിമാനമാണ് എന്നതാണ് കഴിഞ്ഞ ദിവസം K സുരേന്ദ്രൻ പരിഹസിച്ചത്. കൊത്തിയ പാമ്പിനെ കൊണ്ടുതന്നെ വിഷമിറപ്പിക്കാൻ കഴിയുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ച് അഭിമാനമാണെന്നൊക്കെ K സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. UDF സർക്കാർ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുന്നു എന്ന് വിമർശനമുയരുമ്പോൾ ലീഗ് പ്രതിരോധത്തിലാണ്. എല്ലാം UDF യോഗത്തിൽ പറയുമെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറയുന്നത്. ഏതായാലും അണികൾക്കിടയിൽ പ്രതിഷേധം ശക്തമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ പ്രതികരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് സാഹചര്യം. പറഞ്ഞത് പാലിച്ചില്ല എന്നതാണ് ഇവിടെ UDF സർക്കാരിനെതിരെ ഉയരുന്ന ആദ്യ വിമർശനം. മാത്രവുമല്ല, അവിടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ഇത്രയധികം തെളിവുകളുള്ളപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്തിന് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന കളവുകൾ പറഞ്ഞു എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രി എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് താൻ ഒളിച്ചോടുന്ന ആൾ അല്ല എന്നതാണ്. ഇതിപ്പോൾ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി 24 മണിക്കൂറാകുന്നു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഇത്രയും കളവാണ് എന്ന് വരികയാണ്. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതിയെ വെച്ച് പഠിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും എന്നതാണ് ഇപ്പോൾ UDF പറയുന്നത്. ഒരുപക്ഷേ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിനായി കാത്തിരുന്നതിന് ശേഷം പിൻവലിയാൻ ഉള്ള നീക്കത്തിലൂടെ മുഖം രക്ഷിക്കാനാകും. പക്ഷേ അതിനു മുൻപ് തന്നെ എന്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. നമുക്ക് ഒരിടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത.
ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇ.ഡി. റെയ്ഡ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലും കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ആശുപത്രിയിലും അവയവക്കടത്തിലെ ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന കൊല്ലം പുളിയത്തുമുക്ക് ശ്രീജ, സുധീർ എന്നിവരുടെ വീടുകളിലുമാണ് ഇ.ഡി. പരിശോധന നടത്തുന്നത്. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡിയുടെ ഈ നിർണായക നീക്കം ഉണ്ടായത്. അവയവക്കടത്തിനായി വ്യാജരേഖകൾ നിർമ്മിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് സംസ്ഥാനത്ത് ഈ റെയ്ഡിന് വഴി തുറന്നത്. കൊച്ചി, കൊല്ലം, കാസർഗോഡ് ജില്ലകളിലെ 9ഓളം കേന്ദ്രങ്ങളിലാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന നടത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനോടകം 6ഓളം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ECIR രജിസ്റ്റർ ചെയ്ത് ഇ.ഡി. വിപുലമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവയവക്കടത്ത് കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് വിശ്വസിക്കപ്പെടുന്ന നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം എത്തിയിട്ടുണ്ട് എന്ന് ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ റെയ്ഡ് നടന്ന ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നജീബിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വലിയ തുക കമ്മീഷനായി കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം. ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പിടിച്ചെടുക്കാനാണ് റെയ്ഡ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം അറസ്റ്റിലായ നജീബാണ്. അന്തർ സംസ്ഥാന അവയവ കച്ചവട റാക്കറ്റിലെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് നജീബ് കല്ലഡ്ര കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വെച്ചാണ് പിടിയിലായത്. കേരളം മുഴുവൻ വ്യാപിച്ച അവയവ കച്ചവട റാക്കറ്റിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഇയാളിലൂടെയാണ്. തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നടന്ന അവയവദാനവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട രേഖകളിൽ സംശയം തോന്നിയതാണ് ഈ വൻ മാഫിയയെക്കുറിച്ചുള്ള ആദ്യ സൂചന പോലീസിന് നൽകിയത്. അവയവദാനത്തിന് അനുമതി നൽകുന്ന ഓതറൈസേഷൻ സമിതിക്ക് മുന്നിലെത്തിയ രേഖകളിലെ സീലുകളിലും ഒപ്പുകളിലും ചില പൊരുത്തക്കേടുകൾ അധികൃതർ ശ്രദ്ധിച്ചു. തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വില്ലേജ് ഓഫീസറുടെയും തഹസിൽദാറുടെയും പേരിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞു. കൊല്ലം കിളികൊല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണം എറണാകുളത്തെ ഏജന്റുമാരിലേക്ക് നീണ്ടു. അത് എത്തിയത് നജീബിലും. നജീബിന്റെ പ്രവർത്തന രീതി വളരെ ആസൂത്രിതമായിട്ടാണ് ഈ സംഘം പ്രവർത്തിച്ചത് എന്ന് വെളിവാക്കുന്നതായിരുന്നു. അവയവദാനത്തിനുള്ള കടുത്ത നിയമങ്ങൾ മറികടക്കാൻ സർക്കാർ സംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നജീബ് വ്യാജരേഖകൾ തയ്യാറാക്കിയത്. അവയവദാനത്തിന് സന്നദ്ധരാകുന്നവർക്ക് ശുപാർശ കത്ത് നൽകാനായി MP-മാരുടെയും MLA-മാരുടെയും വ്യാജ ലെറ്റർ പാഡുകൾ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങി ആവശ്യമായ എല്ലാവരുടെയും ഒപ്പുകളും സീലുകളും എല്ലാം ഇയാൾ വ്യാജമായി നിർമ്മിച്ചു. ദാതാവും സ്വീകർത്താവും തമ്മിൽ രക്തബന്ധമില്ല എന്നും അവരെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വ്യാജ സത്യവാങ്മൂലങ്ങളും ഇയാൾ തയ്യാറാക്കി. പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിശ്വസിപ്പിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേരിൽ വ്യാജ ഫോൺ നമ്പറുകൾ നൽകി അവരിൽ നിന്ന് ക്ലിയറൻസ് നൽകുന്ന രീതിയും നജീബിനുണ്ടായിരുന്നു. തങ്ങളുടെ വെബ്സൈറ്റ് വഴിയാണ് അവയവങ്ങൾ വേണ്ടവരെ നജീബും ഭാര്യ റഷീദയും കണ്ടെത്തിയിരുന്നത്. പ്രമുഖ ആശുപത്രികളിൽ ഈ ആവശ്യവുമായി എത്തുന്നവരെ ഏജന്റുമാർ വഴി ബന്ധപ്പെടും. ഏജന്റുമാർ തന്നെയാണ് പണത്തിനാവശ്യമുള്ളവരെ കണ്ടെത്തി തുച്ഛമായ തുകയ്ക്ക് കരാർ ഉറപ്പിക്കുന്നത്. അവയവദാനമടക്കം ഏതു വിധത്തിലുള്ള മെഡിക്കൽ ആവശ്യവും നടത്തിക്കൊടുക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് നജീബും റഷീദയും നടത്തിയിരുന്ന കല്ലഡ്രാസ് എന്ന വെബ്സൈറ്റ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും അവയവദാന ബോധവൽക്കരണത്തിന്റെയും മറകൂടി ഈ വെബ്സൈറ്റിനുണ്ട്. ഈ വെബ്സൈറ്റിലൂടെ വൃക്കയും കരളും ആവശ്യമുള്ള രോഗികളെയും സാമ്പത്തികമായി തകർന്ന ദാതാക്കളെയും ഇയാൾ ഒരേ സമയം വലയിലാക്കിയിരുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ദാതാക്കളെയാണ് ഇവർ കണ്ടെത്തുക. 5 മുതൽ 10 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്താണ് ഇവരെ വലയിലാക്കുന്നത്.
എന്നാൽ അവയവം ആവശ്യമുള്ള രോഗികളിൽ നിന്ന് 40 മുതൽ 50 ലക്ഷം രൂപ വരെ ഈ സംഘം ഈടാക്കിയിരുന്നു. ഇതിൽ സിംഹഭാഗവും കമ്മീഷനായി കൈക്കലാക്കി. ഇതായിരുന്നു ഇവരുടെ തട്ടിപ്പിന്റെ രീതി. ഇതിൽ വലിയ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു. അവർക്ക് രാജ്യത്താകെ വല ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ED ഇപ്പോൾ നടത്തുന്നത്. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ ഈ നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് അന്വേഷണം നീണ്ടത്. സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി മനുഷ്യരുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുമാണ് ഈ മാഫിയ സംഘം പ്രവർത്തിച്ചത്. ഇതിന് പിന്നിലെ വലിയ കണ്ണികൾ പുറത്തുവരണം. അവരിലേക്ക് അന്വേഷണം നീളണം. കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണം. അതിനാകട്ടെ ഈ റെയ്ഡും അന്വേഷണവും. നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ സമയം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.